ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് മാങ്ങായിഞ്ചി കൊണ്ട് ഒരു അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് മാങ്ങായിഞ്ചി, ഇഞ്ചി മാങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ ആ മാങ്ങായിഞ്ചി നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കുക. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഇതുപോലെ കീറിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: 2-3 പച്ചമുളക്, ഒരു 15 അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാൻ എടുക്കുന്നില്ല, കാരണം ഇതിന് ഇഞ്ചിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇഞ്ചി ആവശ്യമില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവ വറുത്തെടുക്കാം. അപ്പോൾ ഉലുവയൊക്കെ നന്നായി ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി മാങ്ങ ഒന്ന് അതിൽ വഴറ്റിയെടുക്കാനാണ്. ആ എണ്ണ നന്നായിട്ട് ചൂടായിട്ട്, നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. കാരണം ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഈ അച്ചാറിന് നല്ല ടേസ്റ്റും ഉണ്ടാകും. അതുപോലെ തന്നെ അത് കുറച്ച് നാൾ കേടാകാതെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ 2-3 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. അത് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ബാക്കിയുള്ള നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അത് വഴറ്റിയപ്പോൾ തന്നെ അതിലേക്ക് നന്നായിട്ട് നല്ലെണ്ണ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം എണ്ണയുടെ ആവശ്യമില്ല. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും വഴറ്റിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി. കാരണം 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നതിന് കാരണം അത് ഇഞ്ചി മാങ്ങ കുറച്ച് അധികം ഉണ്ട്, അതുകൊണ്ടാണ്. അതിന് ഇത്രയും മുളക് പൊടീൻ്റെ ആവശ്യമുണ്ട്. അത് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കുക. ഈ പൊടികളൊക്കെ ഇടുമ്പോൾ തീ ഒന്ന് ഓഫാക്കിയിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി മാങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. അതിലേക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഒരു 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി 1 ടേബിൾ സ്പൂൺ, നമ്മുടെ ആവശ്യാനുസരണം പുളി അനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. മാക്സിമം പോയ 1-2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ വെള്ളം കൂടെ ആവശ്യമുണ്ട്, അത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് മിക്സാക്കുക. ഇപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്, പാകത്തിന് ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മുടെ ഇഞ്ചി മാങ്ങ അച്ചാർ റെഡിയായി. Thank you.